ഹായ് എവ്രി വൺ, വെൽക്കം ടു മാസ്റ്റർ മൈൻഡ്. ഞാൻ റീമ. അപ്പോൾ ഇന്ന് നമ്മൾ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസിൻ്റെ സെക്കൻഡ് പാർട്ടാണ് കാണാൻ പോകുന്നത്. അപ്പോൾ കുറച്ച് ക്വസ്റ്റ്യൻസ്, മിസ്ലേനിയസ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമുക്കൊന്ന് ചെയ്യാം. ഓക്കെ, അപ്പോൾ കഴിഞ്ഞ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കാണുക. അതേപോലെ തന്നെ നിങ്ങൾക്ക് ഈ ചാനൽ യൂസ്ഫുൾ ആയിട്ട് തോന്നുവാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക. ഇതൊക്കെ ഞാൻ എന്താ പറയുക, തുടക്കത്തിലേ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നീട് അങ്ങോട്ട് ഇത് കണ്ടങ്ങ് പോകത്തേ ഉള്ളൂ. അതുകൊണ്ടാണ് തുടക്കത്തിൽ തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ ഇതൊക്കെ ചെയ്തോന്ന് പറയുന്നത്. കാരണം പിന്നീട് നമുക്കൊരു റെഫറൻസിന് വേണ്ടിയുണ്ടല്ലോ, നമ്മളൊന്നും ചെയ്തിട്ടില്ലെങ്കിൽ ഈ വീഡിയോ പിന്നീട് നോക്കാമെന്ന് പറയുമ്പോൾ അത് കാണത്തില്ല. ലൈക്ക് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ലൈക്ഡ് വീഡിയോസ് മാത്രം തപ്പിയാൽ മതിയല്ലോ. മറ്റേ നമ്മുടെ വാച്ച് ഹിസ്റ്ററി ഫുള്ള് എടുത്ത് നോക്കാൻ നിന്ന് കഴിഞ്ഞാൽ ഒരു ഐഡിയയും കിട്ടില്ല. സോ ലെറ്റ്സ് ബിഗിൻ. യെസ്, അപ്പോൾ നമ്മുടെ ഇന്നത്തെ സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ്. ഓക്കെ, a poem was being written by me. Okay, question ഇങ്ങനെയാണ്: convert the given active or passive to passive or active. Convert the given active or passive to passive or active. അപ്പം എക്സാമിനകത്ത് നമുക്ക് എന്താണെങ്കിലും ഒരു ചാൻസ് ഇല്ല. അതായത് ഇത് എങ്ങനെയാണ്, അതായത് ഇത് ആക്റ്റീവ് ആണോ പാസീവ് ആണോ അങ്ങനെയൊന്നും നമുക്ക് തരത്തില്ല. എക്സാമിനകത്ത് ഒരിക്കലും നമുക്ക് തരത്തിലെന്നല്ല, മിക്ക കേസിലും ഇങ്ങനെയാണ് കൂടുതലായിട്ട് കാണപ്പെടുന്നത് കേട്ടോ. ഈ ആക്റ്റീവ് അല്ലെങ്കിൽ പാസീവ് അല്ലെങ്കിൽ ആക്റ്റീവ് ആക്കുക എന്നാണ് നോർമലി നമുക്ക് വരുന്നത്. അങ്ങനെയാണ് നമുക്ക് എപ്പോഴും സാധാരണ ക്വസ്റ്റ്യൻ വരുന്നത് അങ്ങനെയാണ്. ഈ ആക്റ്റീവ് ഓർ പാസീവിനെ നമ്മൾ പാസീവ് ഓർ ആക്റ്റീവ് ആക്കുക എന്നാണ്. പക്ഷെ ചിലപ്പോൾ ഡയറക്റ്റായിട്ട് ചോദിക്കും ഇന്നതായിട്ട് കൺവേർട്ട് ചെയ്യൂ എന്നും പറയും. ഇപ്പം ഇതിനകത്ത് ഞാൻ തന്നെ പറയും ഇത് ഏതാണ് ക്വസ്റ്റ്യൻ എന്ന് പറയാം. ഈ തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ ബൈ തന്നിരിക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് ഒരു ക്ലൂ കിട്ടി. ബൈ എപ്പോഴും പാസീവ് ഫോമിലേ യൂസ് ചെയ്യുള്ളൂ. ഓക്കെ, ബൈ എപ്പോഴും പാസീവ് ഫോമിലാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ പാസീവ് ആണ്. ഇനി ഉറപ്പിക്കാൻ വേണ്ടി പാസീവ് ഫോമിൽ എപ്പോഴും തേർഡ് ഫോം ഓഫ് വേർബാണ് യൂസ് ചെയ്യുന്നത്. തേർഡ് ഫോം, ഈ റിട്ടൺ തേർഡ് ഫോം ആണ്. അപ്പോൾ അങ്ങനെ ഉറപ്പിക്കാം ദ ഗിവൺ ക്വസ്റ്റ്യൻ ഇസ് ഇൻ പാസീവ് ഫോം. ഓക്കെ, സോ ഈ പാസീവ് വോയിസിനെ ആക്റ്റീവിലോട്ട് മാറ്റൂ. എന്താണ് ആക്റ്റീവിലോട്ട് വരുമ്പോൾ ഇതിൻ്റെ ആൻസർ വരുന്നത്? ഞാൻ ഒരു ക്ലൂ പറയട്ടെ. ആക്റ്റീവ് പാസീവ് വോയിസ് കൺവേർഷനകത്ത് ഒരിക്കലും ടെൻസ് മാറില്ല. ടെൻസ് മാറില്ല എന്ന് പറയുമ്പോൾ ഈ വാസ് പാസ്റ്റ് അല്ലേ? ആണ്. അപ്പോൾ ഈ പ്രസൻറ്റ് വരുമോ? ഇല്ല. ഇവിടെ ഹാവ് അതും വരില്ല അല്ലേ? ഇനി ഇതിലേതെങ്കിലും ആയിരിക്കും, എയോ സിയോ ആയിരിക്കും. ടെൻസ് മാറത്തില്ലെന്നുള്ള നമ്മുടെ ഒരു ബേസിക് കോമൺ സെൻസ് ആണല്ലോ. ആക്റ്റീവ് നിന്ന് പാസീവിലോട്ടോ പാസീവിൽ നിന്ന് ആക്റ്റീവിലോട്ടോ മാറ്റിയാൽ ദർ ഇസ് നോ ചേഞ്ച് ഇൻ ടെൻസ്. ഓക്കെ, അപ്പോൾ പോമും മീയും കൂടെ ഇൻ്റർചേഞ്ച് ചെയ്യാം. മീ സബ്ജക്റ്റ് ആകുമ്പോൾ ഐ എന്ന് വരും. ഐ. ഈ ബീയിങ് എപ്പോഴാണ് വരുന്നതെന്ന് അറിയോ? ബീയിങ്, അത് ക്ലൂ പറയാം. കണ്ടിന്യൂസ് വരുമ്പോഴാണ് നമ്മൾ ബീയിങ് കൊടുക്കുന്നത്. അതായത് ആക്റ്റീവ് വോയിസിൽ കണ്ടിന്യൂസ് ടെൻസ് വരുമ്പോഴാണ് നമ്മൾ ബീയിങ് എന്ന് പാസീവിൽ കൊടുക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് കണ്ടിന്യൂസ് ഏതാ? അതും പാസ്റ്റ് കണ്ടിന്യൂസ് ഏതാന്ന് നോക്കിയാൽ മതി. ഇതാണോ പാസ്റ്റ് കണ്ടിന്യൂസ്? അല്ല. ഐ വാസ് റൈറ്റിംഗ് എ പോം. നമ്മൾ പോയം എന്ന് പറയും, പക്ഷേ ശരിക്കും അത് പോം എന്നാണ് പ്രൊനൗൺസ് ചെയ്യേണ്ടത്. ഐ വാസ് റൈറ്റിംഗ് എ പോം. ക്ലിയർ? അപ്പോൾ ഇവിടെ കണ്ടിന്യൂസ് ആയതുകൊണ്ടാണ് ആ ബീയിങ് അവിടെ വന്നത്. ആൻഡ് ദിസ് ഇസ് പാസ്റ്റ് കണ്ടിന്യൂസ്. അപ്പം ആക്റ്റീവ് വോയിസിൽ പാസ്റ്റ് കണ്ടിന്യൂസ് ആണെങ്കിൽ, അല്ലെങ്കിൽ ഏതെങ്കിലും കണ്ടിന്യൂസ് ആണെങ്കിൽ അതിനെ പാസീവ് ആക്കുമ്പോൾ ബീയിങ് കൊടുത്തോണം കേട്ടോ. ബീയിങ്, അതാണ് നമ്മുടെ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത്. അപ്പം എന്താണല്ലോ ഉറപ്പിക്കാം, ഒരു ആക്റ്റീവ് പാസീവ് വോയിസ് കൺവേർഷൻ എന്താണേലും നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാം കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, അവിടെ എന്തോ മിസ്സിംഗ് ആണ്, ഒന്ന് ഫില്ല് ചെയ്യാവോ? നമ്മൾ വളരെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഇന്നത്തെ സെഷനിൽ കാണുന്നുള്ളൂ കേട്ടോ, ഒത്തിരി ഒന്നുമില്ല. ജസ്റ്റ് ഒരു റീക്യാപ്പ് പോലെ. കഴിഞ്ഞ സെഷൻ്റെ ഒരു കണ്ടിന്യൂഷനായിട്ട് കുറച്ചുകൂടെയും ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു, അതുകൂടെ അങ്ങ് കംപ്ലീറ്റ് ചെയ്യുന്നതേ ഉള്ളൂ. ദ പൈലറ്റ് വാസ് ഡാഷ് ഇഞ്ചേർഡ്, ഹി ഡൈഡ് വിത്തിൻ ഹാഫ് ആൻ അവർ. ഓക്കെ, ഈ ക്വസ്റ്റ്യൻ ഇപ്പോൾ വായിക്കുമ്പോഴത്തേക്കും നമ്മുടെ റീസെൻ്റ് ആയിട്ടുള്ള അഹമ്മദാബാദ് ഫ്ലൈറ്റ് ക്രാഷാണ് ഓർമ്മ വരുന്നത്. ഓക്കെ, സോ ദ പൈലറ്റ് വാസ് ഡാഷ് ഇഞ്ചേർഡ്. എങ്ങനെയാണ്? കെയർലെസ്ലി ഇഞ്ചേർഡ് ആണോ? കെയർലെസ്ലി അല്ല. പിന്നെന്താണ്? ഇതിൻ്റെ ഓപ്ഷൻ സി ആണ്. ഇങ്ങനെ. ഓക്കെ, ഫെയ്റ്റ്ഫുള്ളി വിധിയോടെ അതല്ല. വൈറ്റലി ഇമ്പോർട്ടൻ്റ് ആയിട്ട് അതുമല്ല. പിന്നെ ഫേറ്റലി ഇഞ്ചേർഡ്, അതായത് അത്രയും ദാരുണമായിട്ട് ഭയങ്കര
എന്താ സീരിയസ് ആയിട്ട് വൂണ്ടഡ് ആണ് എന്ന മീനിങ് ആണ്. അതുകൊണ്ട് തന്നെ ഒരു മണിക്കൂറിനകത്ത് അല്ലെങ്കിൽ അരമണിക്കൂറിനകത്ത് ആൾ പോയി എന്നാണ് മീനിങ്. ഓക്കെ, അപ്പോൾ അത്രയും സീരിയസ് ആയിട്ട് ആൾ ഇഞ്ചേർഡ് ആയിരുന്നു, വൂണ്ടഡ് ആയിരുന്നു എന്നതാണ് മീനിങ്. അതിന് നമ്മൾ ഫേറ്റലി എന്നാണ് പറയുന്നത്, ഫേറ്റൽ. ഓക്കെ, ദ പൈലറ്റ് വാസ് ഫേറ്റലി ഇഞ്ചേർഡ്, അതുകൊണ്ട് ഹി ഡൈഡ് വിത്തിൻ ഹാഫ് ആൻ അവർ. ഓക്കെ, അപ്പോൾ ഇതുപോലത്തെ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് നിങ്ങൾക്ക് എക്സ്പെക്റ്റ് ചെയ്യാം. അടുത്തത് ഏത് പാർട്ടിലാണ് എറർ എന്ന് പറയണം കേട്ടോ. ഏത് പാർട്ടിലാണ് എറർ എന്ന് പറയണം. ഇനി ചിലപ്പോൾ എറർ ഒന്നും കാണത്തില്ലെങ്കിൽ നോ എറർ എന്നങ്ങ് നോക്കുക. ഓക്കെ, എറർ ഒന്നും ഇല്ലെങ്കിൽ നോ എറർ. ഷി ആസ്ക്ഡ് മീ വേർ വാസ് ഐ ഗോയിങ് ആഫ്റ്റർ ദ മീറ്റിംഗ്. അവൾ എന്നോട് ചോദിച്ചു എവിടെ പോവാ, മീറ്റിംഗ് കഴിഞ്ഞിട്ട് എവിടെ പോവാന്ന് ചോദിച്ചു. ഓക്കെ, ഇതൊരു ഇൻഡയറക്റ്റ് സ്പീച്ചാണെന്ന് മനസ്സിലായല്ലോ. ഓക്കെ, ഇത് ഡയറക്റ്റ് സ്പീച്ച് ആണെങ്കിൽ വേർ ആർ യു ഗോയിങ് എന്നല്ലേ ചോദിക്കുന്നത്. വേർ ആർ യു ഗോയിങ് ഡയറക്റ്റ് സ്പീച്ച് ആയിരുന്നെങ്കിൽ വേർ ആർ യു ഗോയിങ് എന്ന് ചോദിച്ചേനെ. അപ്പോൾ നമുക്ക് ഏതൊരു ക്വസ്റ്റ്യൻ വന്നാലും അതിൻ്റെ സിൻടാക്സ് ശ്രദ്ധിച്ചിട്ടുണ്ട്. നമ്മൾ ഏത് ക്വസ്റ്റ്യൻ എടുത്ത് ചോദിച്ചാലും നോക്കിക്കേ, വാട്ട് ആർ യു ഡൂയിങ്, വൈ ആർ യു ലേറ്റ്, ഹൗ ഇസ് എ ക്ലാസ്, വെൻ വിൽ യു ഗോ ദെയർ. ഏത് ക്വസ്റ്റ്യനിലും ഹെൽപ്പിംഗ് വേർബ് ആദ്യം. ശ്രദ്ധിച്ചിട്ടുണ്ടോ? ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ ഇനി ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. നമ്മൾ ഏതൊരു ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോഴും ഹെൽപ്പിംഗ് വേർബ് ആയിരിക്കും ആദ്യം വരുന്നത്. ഓക്കെ, ഹെൽപ്പിംഗ് വേർബ് ആദ്യം വരുന്നത്. പക്ഷേ ഇത് കണ്ടോ, ഇവിടെ ഒരു ഫുൾ സ്റ്റോപ്പ് വന്നിരിക്കുന്നത് കണ്ടോ, അതാണ് ഇതൊരു ഇൻഡയറക്റ്റ് സ്പീച്ച്. ഇതൊരു ഫുൾ സ്റ്റോപ്പ് വന്നിട്ടുണ്ട്, ഇൻഡയറക്റ്റ് സ്പീച്ചാണ്. ഇൻഡയറക്റ്റ് സ്പീച്ചിനകത്ത് എപ്പോഴും സബ്ജക്റ്റ്, അതായത് ഇൻഡയറക്റ്റ് സ്പീച്ച് എന്ന് പറയുന്നത് സാധാ സെൻറ്റൻസാണ് അല്ലേ. സാധാ സെൻറ്റൻസ് വരുമ്പം നോർമൽ സെൻറ്റൻസ് എങ്ങനെയാണ്, സബ്ജക്റ്റ് അല്ലേ ആദ്യം വരുന്നത്. അപ്പോൾ സബ്ജക്റ്റ് ആദ്യം കൊടുക്കണം. ഓക്കെ, അങ്ങനത്തെ കേസിൽ സബ്ജക്റ്റ് ആദ്യം കൊടുക്കണം. അപ്പോൾ അത് മാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ സാധാ സെൻറ്റൻസിനകത്ത് നമ്മൾ എന്ത് ചെയ്യണം, സബ്ജക്റ്റ് ആദ്യം കൊണ്ടുവരിക. അപ്പോൾ ഇവിടെ ഇത് തന്നിരിക്കുന്ന തെറ്റല്ലേ. വീണ്ടും വേർ വാസ് ഐ ഗോയിങ് എന്നാണോ? അല്ല, പിന്നെ വേർ ഐ വാസ് ഗോയിങ് എന്ന് കൊടുക്കണം കേട്ടോ. വേർ ഐ വാസ് ഗോയിങ്. കാരണം ഇതൊരു നോർമൽ സെൻറ്റൻസാണ്, ഫുൾ സ്റ്റോപ്പ് കിടക്കുന്ന കണ്ടോ. ക്വസ്റ്റ്യൻ ആയിരുന്നെങ്കിൽ വേർ ആർ യു ഗോയിങ് എന്ന് പറയായിരുന്നു. അതേ സെയിം ഫോമാറ്റിൽ സാധാ സെൻറ്റൻസ് വരുമ്പോഴും അങ്ങനെ കൊടുക്കണോ? വേണ്ട. ക്ലിയർ? അപ്പോൾ ഷി ആസ്ക്ഡ് മീ വേർ ഐ വാസ് ഗോയിങ് ആഫ്റ്റർ ദ മീറ്റിംഗ്. അപ്പോൾ ഇങ്ങനെ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ ഹെൽപ്പിംഗ് വേർബ് ആദ്യവും അതൊരു സാധാ സെൻറ്റൻസ് ആയിട്ട് വരുമ്പം സബ്ജക്റ്റ് ആദ്യം കൊടുക്കാനായിട്ട് മറക്കരുത്. ഓക്കെ, അപ്പോൾ അത് ഏത് പാർട്ടിലാണ്? ഇത് ഇവിടെ കണ്ടോ, വേർ ഐ വാസ് ഗോയിങ് ബി പാർട്ടിലാണ് എറർ. ഓക്കെ, യെസ്. എന്നാൽ അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. ദാ ഇതെന്നാ? ഓക്കെ, one can always start off with a clean slate for a new and better life. ഓക്കെ, ഇതിൽ ഒരു പാട്ട് ഞാൻ ഹൈലൈറ്റ് ചെയ്യുവാണേ, ക്ലീൻ സ്ലേറ്റ്. അതിൻ്റെ മീനിങ് എന്താ? ഓപ്ഷൻസ് നോക്കിയിട്ട് ക്ലീൻ സ്ലേറ്റിൻ്റെ മീനിങ്, വൺ ക്യാൻ ഓൾവേസ് സ്റ്റാർട്ട് ഓഫ് വിത്ത് എ ക്ലീൻ സ്ലേറ്റ് ഫോർ എ ന്യൂ ആൻഡ് ബെറ്റർ ലൈഫ്. അതായത് നമ്മൾ പുതിയൊരു ലൈഫ് സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ നമ്മളൊരു പുതിയ സ്ലേറ്റൊക്കെ മേടിക്കണോ? ക്ലീൻ നീറ്റ് സ്ലേറ്റൊക്കെ മേടിക്കണം എന്നാണോ? നോക്കാം. സിറ്റുവേഷൻ വിച്ച് യു ക്യാൻ സ്റ്റാർട്ട് അഗെയിൻ, an innocent man who has nothing to spend, provide a clear record to one's superiors, a person with no crimes to his record. ഇതാണോ ക്ലീൻ സ്ലേറ്റ് എന്ന് പറയുന്നത്? അതായത് അവിടെ തന്നെ എക്സാമ്പിളിൽ തന്നെ മീനിങ് ക്ലിയർ ആണ് അല്ലേ. അപ്പോൾ നമുക്കൊരു പുതിയ ലൈഫ് സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ ഒന്നേന്ന് നമുക്ക് തുടങ്ങാം അല്ലെ, ഒരു ക്ലീൻ സ്ലേറ്റ്. ക്ലീൻ സ്ലേറ്റ്, ഈ സ്ലേറ്റിൻ്റെ പ്രത്യേകത എന്താണെന്നറിയോ? ഇന്നത്തെ കാലത്ത് നമുക്ക് ടോയ് സ്ലേറ്റ്സ് ഒക്കെ അവൈലബിൾ ആണ്. അപ്പം പക്ഷേ നമ്മുടെയൊക്കെ ജനറേഷൻ്റെ മുന്നേ ഉള്ളവരൊക്കെ സ്ലേറ്റിലായിരുന്നു സ്കൂൾ അല്ലെ, ബുക്കൊക്കെ വരുന്നതിന് മുന്നേ ഒക്കെ സ്ലേറ്റിലായിരുന്നു മെയിനായിട്ട് അവരൊക്കെ എഴുതിക്കൊണ്ടിരുന്നത്. അപ്പം ഈ സ്ലേറ്റിൻ്റെ ഒരു പ്രത്യേകത, നമുക്ക് എഴുതിയതിന് ശേഷം എത്ര വേണേലും എഴുതിയതിന് ശേഷം നമുക്കത് റബ്ബ് ചെയ്യാം, ഇറേസ് ചെയ്ത് വീണ്ടും ഒന്നേന്ന് നമുക്ക് പുതിയതായിട്ട് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നമ്മുടെ ലൈഫിലും ഇതേപോലെ തന്നെ ചിലപ്പോൾ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ലൈഫിൽ ഫെയിലിയേഴ്സും അല്ലെങ്കിൽ ഒരുപാട് അബദ്ധങ്ങളൊക്കെ പറ്റിയിട്ടുണ്ടാകും. അപ്പോൾ നമുക്കതെല്ലാം റബ്ബ് ചെയ്തിട്ട് ഒന്നേന്ന് നമുക്കത് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ അതാണ് ക്ലീൻ സ്ലേറ്റ് എന്ന് പറഞ്ഞാൽ. ഓക്കെ, സിറ്റുവേഷൻ ഇൻ വിച്ച് യു ക്യാൻ സ്റ്റാർട്ട് അഗെയിൻ. ഇപ്പോൾ നമുക്ക് ഫിനാൻഷ്യൽ ലോസ് വന്നെന്ന് വിചാരിക്കാം, സാരമില്ല, നമുക്ക് ഒന്നേന്ന് സ്റ്റാർട്ട് ചെയ്യാം. നമ്മുടെ ജോലി പോയെന്ന് വിചാരിക്കാം, അതും കുഴപ്പമില്ല, നമുക്ക് സീറോയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. ആ ഒരു കോൺഫിഡൻസ് മാത്രം മതി. അപ്പോൾ അതാണ് ക്ലീൻ സ്ലേറ്റ് എന്ന് പറഞ്ഞാൽ ഒന്നേന്ന് തുടങ്ങുക. ജസ്റ്റ് ലൈക്ക് ക്ലീൻ സ്ലേറ്റ് അല്ലേ. സ്ലേറ്റ് നമ്മൾ ക്ലീൻ ചെയ്ത് വന്നു കഴിഞ്ഞാൽ പിന്നെ അത് പുതിയതാണ്. അപ്പോൾ നമുക്ക് വീണ്ടും അതിനകത്ത് എഴുതാൻ പറ്റും. അപ്പോൾ നമുക്ക് വീണ്ടും ലൈഫ് റീബിൽഡ് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു സെൻസാണ് കേട്ടോ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. യെസ്, ക്വസ്റ്റ്യൻ ടാഗ് ആണ്. ക്വസ്റ്റ്യൻ ടാഗ്. അരുൺ ഡ്രോവ് ദ കാർ വെരി ഫാസ്റ്റ്. അരുൺ ഭയങ്കര ഫാസ്റ്റായിട്ടല്ലേ കാർ ഓടിച്ചേ? എന്നിട്ട് നമ്മൾ പറയാം അല്ലേ അങ്ങനെ അല്ലായിരുന്നോ? അവൻ ഭയങ്കര സ്പീഡിലാണ് ഓടിച്ചത് അല്ലേ, അങ്ങനെ അല്ലായിരുന്നോ? അതാണ് ക്വസ്റ്റ്യൻ ടാഗ്. ഓക്കെ, സോ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മുടെ സെൻറ്റൻസ് പോസിറ്റീവ് സെൻറ്റൻസ് ആണ്. ഓക്കെ,
അപ്പം തന്നെ ആലോചിക്കുക ക്വസ്റ്റ്യൻ ടാഗ് എന്താണ്? നെഗറ്റീവ് ക്വസ്റ്റ്യൻ ടാഗ്. തന്നിരിക്കുന്ന സെൻറ്റൻസിൻ്റെ ഓപ്പോസിറ്റ് ക്വസ്റ്റ്യൻ ടാഗ് എടുക്കുക. സെൻറ്റൻസ് പോസിറ്റീവ് ആണ്, അതുകൊണ്ട് തന്നെ ക്വസ്റ്റ്യൻ ടാഗ് എന്തായിരിക്കും? ക്വസ്റ്റ്യൻ ടാഗ് നെഗറ്റീവ്. എന്തോ ഭാഗ്യത്തിന് ഓപ്ഷൻസിൽ നോക്കുമ്പം ഒരേ ഒരു നെഗറ്റീവ് ക്വസ്റ്റ്യൻ ടാഗേ ഉള്ളൂ. അവിടെ നിന്ന് ആൻസർ കിട്ടിയില്ലേ? അതെന്തോ ഭാഗ്യത്തിനാട്ടോ, എപ്പോഴും അങ്ങനെ വരണം എന്നില്ല. പക്ഷെ എന്നാലും ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പോൾ ആദ്യത്തെ പോയിന്റ് ഇതാ ശ്രദ്ധിക്കേണ്ടത്, തന്നിരിക്കുന്ന സെൻറ്റൻസിൻ്റെ ഓപ്പോസിറ്റ് ക്വസ്റ്റ്യൻ ടാഗ് എടുക്കുക. പോസിറ്റീവ് സെൻറ്റൻസ് ആണെങ്കിൽ നെഗറ്റീവ് ക്വസ്റ്റ്യൻ ടാഗ്, നെഗറ്റീവ് സെൻറ്റൻസ് ആണെങ്കിൽ പോസിറ്റീവ് ക്വസ്റ്റ്യൻ ടാഗ്. ഓക്കെ, യെസ്. അപ്പോൾ അരുൺ ഡ്രോവ്. ഡ്രോവ് എന്ന് പറഞ്ഞാൽ ഇത് മെയിൻ വേർബ് ആണ്. അതിനെ എങ്ങനെ എഴുതാമെന്നറിയോ? ഡിഡ് ഡ്രൈവ് എന്ന് എഴുതാം. ഡ്രോവിനെ നമുക്ക് ഡിഡ് ഡ്രൈവ് എന്ന് എഴുതാം. ഡിഡ് ഡ്രൈവ് ഇൻ ടേംസ് ഓഫ് ഹെൽപ്പിംഗ് വേർബ് നമുക്ക് എഴുതാം. ഡിഡ് ഡ്രൈവ്. അപ്പോൾ ആ ഡിഡ് കിടക്കുന്നത് കണ്ടോ? ഡിഡ് എന്തുവാ? ഡിഡ് ഹെൽപ്പിംഗ് വേർബാണ്. ഓക്കെ, ഡിഡ് ഡ്രൈവ്. ഡിഡ് എന്ന് പറയുന്നത് ഹെൽപ്പിംഗ് വേർബാണ്. അപ്പോൾ ഡിഡിൻ്റെ ഓപ്പോസിറ്റ് ഡിഡൻറ്റ് കൊടുത്തു, ഡിഡൻറ്റ് ഹി. കാരണം നമുക്ക് ഹെൽപ്പിംഗ് വേർബ് വേണം. ക്വസ്റ്റ്യൻ ടാഗിൽ എപ്പോഴും ഹെൽപ്പിംഗ് വേർബ് വേണം. അപ്പോൾ ചിലപ്പോൾ ഇതുപോലെ മെയിൻ വേർബ് വല്ലതും തന്നാൽ നമുക്കിങ്ങനെ ഇൻ ടേംസ് ഓഫ് ഹെൽപ്പിംഗ് വേർബ് ഒന്ന് സ്പ്ലിറ്റ് ചെയ്ത് എഴുതിയാലും മതി കേട്ടോ. യെസ്, ചിലപ്പോൾ നമുക്ക് ഒറ്റയടിക്കുന്ന ആൻസർ പെട്ടെന്ന് കിട്ടുകയും ചെയ്യും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഐദർ ഓഫ് യു ആർ ഷുവർ ടു ബി സെലക്റ്റഡ്. ഏത് പാർട്ടിലാണ് എറർ? ഇനി അഥവാ നിങ്ങൾക്ക് എറർ ഒന്നും കാണാൻ പറ്റിയില്ലെങ്കിൽ നോ എറർ എന്ന് കൊടുക്കാം. ഐദർ ഓഫ് യു ആർ ഷുവർ ടു ബി സെലക്റ്റഡ്. ഈ ഐദർ എപ്പോഴാണ് ഉപയോഗിക്കുന്നത്? രണ്ടുപേരെ സെലക്ട് ചെയ്യുമ്പോൾ, അല്ലെ രണ്ടുപേരെ കുറിച്ച് പറയുമ്പോഴാണ് ഐദർ ഉപയോഗിക്കുന്നത്. രണ്ടിൽ ഒരാളെന്നൊക്കെയുള്ള രീതിയിലാണ് നമ്മൾ സെലക്ട് ചെയ്യുന്നത്. ഐദർ ഓഫ് യു, രണ്ടിൽ ഒരാൾ എന്നാണ്. ഓക്കെ, രണ്ടിൽ ഒരാൾ. ഓക്കെ, നിങ്ങൾ രണ്ടുപേരിൽ ഒരാളെ എന്താണേലും സെലക്ട് ചെയ്യും. അപ്പം രണ്ടുപേരിൽ ഒരാളെന്ന് പറയുമ്പം സിംഗുലർ അല്ലേ? അപ്പോൾ വേർബും സിംഗുലർ അല്ലേ? ഇസ് ഷുവർ ടു ബി സെലക്റ്റഡ് കേട്ടോ. ബി പാർട്ടിലാണ് എറർ. അതായത് ഐദർ എന്ന് പറഞ്ഞാൽ രണ്ടിൽ നിന്നാണ് സെലക്ട് ചെയ്യുന്നത്, നൈദർ എന്ന് പറഞ്ഞാലും രണ്ടിൽ നിന്നാണ് സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ ഐദർ ഓഫ് യു, അപ്പോൾ അവിടെ രണ്ട് പേരുണ്ട്, അതാണ് അണ്ടർസ്റ്റുഡ് ആണ്. രണ്ട് പേര്, ഈ രണ്ടുപേരിൽ ഒരാളെ സെലക്ട് ചെയ്യും. നൈദർ എന്ന് പറഞ്ഞാൽ സെലക്ട് ചെയ്യത്തില്ല. ഐദർ പോസിറ്റീവ് സെൻസിൽ പറയുന്നു, നൈദർ നെഗറ്റീവ് സെൻസിൽ പറയുന്നു. അപ്പോൾ ഐദർ ഓഫ് യു എന്ന് പറഞ്ഞാൽ നിങ്ങൾ രണ്ടിൽ ഒരാളെ സെലക്ട് ചെയ്യും. അപ്പോൾ ഒരാൾ സിംഗുലർ ആയതുകൊണ്ടാണ് വേർബും സിംഗുലർ ആയത് കേട്ടോ. അപ്പോൾ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ ഒന്ന് കെയർഫുൾ ആയിരിക്കുക. ഓക്കെ, നെക്സ്റ്റ്, ജയദേവ് ഇസ് എ മോസ്റ്റ് യുണീക്ക് ലീഡർ ഓഫ് ഇന്ത്യ. നമ്മുടെ ഇന്നത്തെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ജയദേവ് ഇസ് എ മോസ്റ്റ് യുണീക്ക് ലീഡർ ഓഫ് ഇന്ത്യ. അപ്പോൾ ഇതിനകത്ത് ആരെയും കഴിഞ്ഞ പാർട്ട് കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കാണുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കാരണം നമുക്ക് ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ള കോണ്ടന്റ് വീഡിയോസ് വരുന്നുണ്ട്. ആൻഡ് വീഡിയോ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനായിട്ടും ഷെയർ ചെയ്യുക കേട്ടോ. ജയദേവ് ഇസ് എ മോസ്റ്റ് യുണീക്ക് ലീഡർ. ഈ യുണീക്കിനൊരു പ്രത്യേകതയുണ്ട്. ആ യുണീക്ക് എന്ന് പറയുമ്പോൾ തന്നെ അതിൻ്റെ മീനിങ് കംപ്ലീറ്റാണ്. പിന്നെ അതിൻ്റെ കൂടെ വേറെ ആരെയും നമ്മൾ ഇറക്കേണ്ട ആവശ്യമില്ല. യുണീക്ക് എന്ന് പറയുമ്പോൾ തന്നെ മീനിങ് കംപ്ലീറ്റ് ആണ്. അതുകൊണ്ട് എന്ത് ചെയ്യണം? അതുകൊണ്ട് നമ്മൾ യുണീക്ക് എന്നങ്ങ് കൊടുത്താൽ മതി. അവിടെ പിന്നെ മോസ്റ്റ് ഒന്നും കൊടുക്കണ്ട, പിന്നെ എന്നൊന്നും കൊടുക്കണ്ട. യുണീക്ക് എന്ന് പറയുമ്പോൾ തന്നെ അതിൻ്റെ മീനിങ് കംപ്ലീറ്റ് ആണ്. ഇപ്പോൾ ഇറ്റ്സ് എ യുണീക്ക് ഫ്ലവർ, ഒരു പ്രത്യേകതരം ഫ്ലവറാണ് അല്ലേ, യുണീക്കായിട്ട്, അങ്ങനത്തെ ഒരു റെയർ ആയിട്ട്. അപ്പോൾ ആ യുണീക്ക് എന്ന് പറയുമ്പോൾ തന്നെ അതിൻ്റെ മീനിങ് കംപ്ലീറ്റാണ്. പിന്നെ ആ യുണീക്കിനോട് മോർന്നോ മോസ്റ്റെന്നോ അങ്ങനെയൊന്നും യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ, സോ ആ മോസ്റ്റ് മാറ്റുക. നമ്മളെ കൺഫ്യൂസ് ചെയ്യിക്കാൻ വേണ്ടിയാണ് അവർ ദ മോസ്റ്റ് എന്നിട്ടത്. വേണ്ട, ഇറ്റ് ഈസ് എ യുണീക്ക് ഫ്ലവർ അങ്ങനെ പറയാം. അപ്പോൾ ഇവിടെ ജയദേവ് ഇസ് എ യുണീക്ക് ലീഡർ ഓഫ് ഇന്ത്യ. യുണീക്ക് യാ സൗണ്ടാ, മനസ്സിലായോ? കോൺസണന്റ് സൗണ്ട് ആയതുകൊണ്ടാണ് എ യുണീക്ക് പേഴ്സണാലിറ്റി, എ യുണീക്ക് പേഴ്സൺ, എ യുണീക്ക് ബുക്ക് അങ്ങനെ കേട്ടോ. സോ ജയദേവ് ഇസ് എ യുണീക്ക് ലീഡർ. സോ ഓപ്ഷൻ ബിയിലാണ് നമ്മുടെ എറർ, ഓപ്ഷൻ ബി. അപ്പോൾ ഇങ്ങനത്തെ എറർ സ്പോട്ടിംഗ് ക്വസ്റ്റ്യൻസ് വരുമ്പോൾ ഏത് പാർട്ടിലാണെന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്താൽ മതി. നമ്മളിപ്പോൾ ഇത് ഡീറ്റെയിൽഡ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് കൊണ്ടാണ് അതെന്താണെന്നും കൂടെ പറയുന്നത് കേട്ടോ. സോ ക്ലിയർ ആണല്ലോ അല്ലേ? ഇതാണ് നമ്മുടെ ഇന്നത്തെ സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ്. അങ്ങനെയാണെങ്കിൽ ഞാനൊരു കുഞ്ഞ് ഹോംവർക്ക് കൂടെ തരാം. അതിൻ്റെ ആൻസർ നിങ്ങൾ താഴെ ഒന്ന് കോമെൻറ്റ് ചെയ്യണം. ഓക്കെ, അതൊന്ന് കോമെൻറ്റ് ചെയ്യുക. ആൻഡ് ദിസ് ഇസ് എ ഹോംവർക്ക് ക്വസ്റ്റ്യൻ. ഐ സോ ഡാഷ് വൺ ഐഡ് മാൻ. ഓക്കെ, ഏത് ആർട്ടിക്കിൾ യൂസ് ചെയ്തതാണ് ക്വസ്റ്റ്യൻ? ഓപ്ഷൻ എ ആൻ, ഓപ്ഷൻ ബി ദ, ഓപ്ഷൻ സി എ, ഓപ്ഷൻ ഡി നോ ആർട്ടിക്കിൾ. ഓക്കെ, വെരി സിമ്പിൾ ക്വസ്റ്റ്യൻ. ഐ സോ ഡാഷ് വൺ ഐഡ് മാൻ. ഓക്കെ, ഒരു കണ്ണുള്ള ഒരാളെ ഞാൻ ഇന്ന് കണ്ടു. അപ്പോൾ ഇവിടെ ഏത് ആർട്ടിക്കിൾ യൂസ് ചെയ്യും?
എ ആൻഡ് ദ അതോ ആർട്ടിക്കിളൊന്നും വേണ്ടേ? നിങ്ങൾ താഴെ കോമൻറ്റ് ബോക്സിൽ ആൻസർ ചെയ്യുക. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ അതും നിങ്ങൾ താഴെ കോമൻറ്റ് ബോക്സിൽ ചോദിക്കുക. അപ്പോൾ നമുക്ക് മറ്റൊരു സെഷനിൽ കാണാം. ഓക്കെ, സോ താങ്ക് യു ഓൾ, താങ്ക് യു സോ മച്ച്, ടേക്ക് കെയർ, ഡു സബ്സ്ക്രൈബ് ആൻഡ് ലൈക്ക് ദ വീഡിയോ. താങ്ക് യു.